നമസ്കാരം, ഞാൻ ഷാഫി വിദ്ര. നമ്മളിന്ന് കാണാൻ പോകുന്നത് പൊന്മുടിയാണ്. ആ പൊന്മുടിയിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പൊന്മുടി നമുക്കൊന്ന് കാണാം. പൊന്മുടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മൾ അന്ന് മാർക്ക് 2 വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കാറുകളായിട്ടുള്ള ആ ഒരു ജനറേഷൻ. അവിടെ പൊന്മുടിക്കും മർച്ചിസ്റ്റനും ഇടയിൽ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അവിടെ എത്തുമ്പോൾ റേഡിയേറ്റർ തണുപ്പിച്ചിട്ടേ മുകളിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള വാഹനങ്ങളെല്ലാം എന്താ പറയുക, അത്ര ഹീറ്റാവും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് കരിങ്കുരങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നും കാണാനില്ല. ആ കാലഘട്ടത്തിൽ കരിങ്കുരങ്ങുകൾ ഇഷ്ടം പോലെ കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും കുരങ്ങുകളുണ്ട്, പക്ഷേ കുരങ്ങുകൾക്ക് ആഹാരം കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്, കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ കുരങ്ങുകളുടെ ആവശ്യം പോലെയുണ്ട് ഇപ്പോഴും. ഈ പൊന്മുടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന ഇപ്പോൾ ഗ്രാമ്പൂ തോട്ടങ്ങളാണ് ഇവിടെ. ഈ ഗ്രാമ്പൂ തോട്ടങ്ങളെല്ലാം നമുക്ക് മർച്ചിസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാമ്പൂ തോട്ടങ്ങളാണ്. മർച്ചിസ്റ്റൺ ടീ എന്ന് പറയുന്ന ടീ എസ്റ്റേറ്റാണ്. ടീ എസ്റ്റേറ്റ് വളരെ മനോഹരമായൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. പോകുന്ന വഴിക്കാണ് കറുപ്പസ്വാമി ടെമ്പിൾ. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. നമ്മൾ ഈ മല കയറി പോകുമ്പോൾ കാണുന്നൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പൊന്മുടി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് മർച്ചിസ്റ്റൺ. മർച്ചിസ്റ്റണിൽ നമുക്ക് PWDയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഈ ഗസ്റ്റ് ഹൗസ് മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇരുപത്തിരണ്ട് ഹെയർപിൻ ടേണിങ്ങുകളാണ് പൊന്മുടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇപ്പം നമ്മൾ കഴിക്കുന്ന തേയില എന്ന് പറയുമ്പോൾ അതാണ്ട് ഈ തേയില ചെടിയാണിത്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു തേയില ചെടിയാണ്. അതിൻ്റെ വേരുകളൊക്കെ കണ്ടില്ല. അപ്പം അത്ര മനോഹരമാണ് ഈ തേയില ചെടി. തേയില എന്ന് പറയുന്നത് ഇത് മർച്ചിസ്റ്റൺ എസ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. തേയില ചെടികൾ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. ഈ തേയില ചെടികൾക്ക് കാണാൻ എന്ത് രസമെന്നറിയാമോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അകത്തൂടെയൊക്കെ ഒന്ന്, അതിന് പെർമിഷനൊന്നുമില്ല, പക്ഷേ എങ്കിലും നമുക്ക് അതിനകത്തൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടക്കാൻ പറ്റും. ഇത് കമ്പിമൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിന് തൊട്ട് താഴെ കാണുന്ന എസ്റ്റേറ്റാണ് പൊന്മുടി എസ്റ്റേറ്റ്. ഈ പൊന്മുടി എസ്റ്റേറ്റൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അത് ഒരു വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നൊരു എസ്റ്റേറ്റാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അപ്പോൾ ആ എസ്റ്റേറ്റൊക്കെ അതിനകത്തേക്ക് പോകുമ്പോഴൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ കാണുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ വന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് താമസിക്കാം. വളരെ നല്ല അന്തരീക്ഷവും നല്ല എന്താ പറയുക, തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതിൽ നമ്മൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മഞ്ഞൊക്കെ മിസ്റ്റൊക്കെ ധാരാളമായി വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലത്തേക്ക് വരിക, ഇവിടെ ഒന്ന് താമസിക്കുക. എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും ഒരു ദിവസം പൊന്മുടിയിലേക്ക് വരിക, ഈ തണുപ്പ് ആസ്വദിക്കുക. ഇത്രയും മനോഹരമായ ഒരു പ്രദേശമാണ് പൊന്മുടി. ആ പൊന്മുടിയിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്തായാലും പൊന്മുടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.